ഇതിപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിടുന്നതിനേക്കാൾ ഇങ്ങനെ ഇട്ടത് കേട്ടോ. ക്യാൻവാസിലേക്ക് സെറ്റ് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണ്. ഞാനിപ്പോൾ ബദലിലേക്ക് നമ്മൾ എല്ലാ കളേഴ്സുകളും നമ്മൾ വാഷ് ചെയ്യുന്നതിന് വളരെ ലൈറ്റായിട്ട് കളേഴ്സ് എന്താണ് കളർ ഉപയോഗിക്കുന്നത്. ഒരു ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ നമുക്ക് ഒരു 3 ഡ്രോപ്പ് വാട്ടർ വേണം. വളരെ കുറച്ച് എടുക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി വരെ വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വാഷ് ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ്. കുറച്ച് വലിയ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. പതല്ലോ ബ്ലൂ ആണ് എടുത്തിരുന്നിട്ട് ഞാൻ റെക്കോർഡ് പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പതല്ലോ ബ്ലൂ, പതല്ലോ ടർക്കിഷ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് കിട്ടാത്തവർക്കാണെങ്കിൽ സെറൂലിയൻ ബ്ലൂ എന്ന് പറയും കേട്ടോ. കുറച്ച് ചെറിയൊരു കളർ ചേഞ്ചസേ ഉള്ളൂ. സെറൂലിയൻ ബ്ലൂ എന്ന് പറയും കേട്ടോ. ആ കളറും നമുക്ക് യൂസ് ചെയ്യാം. പതല്ലോ ബ്ലൂ ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത്. വേറെ ഒരു കളറും ഇല്ല. പതല്ലോ ബ്ലൂ കിട്ടാത്തവർക്ക് പതല്ലോ ടർക്കിഷ് എന്നൊരു കളറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സെറൂലിയൻ എന്ന് പറയുന്നൊരു ബ്ലൂ ഉണ്ട് കേട്ടോ. അത് 1 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ 3 ഡ്രോപ്പ് വാട്ടറാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ലൈറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ ഈ ആർച്ചിനകത്തുള്ള സ്ഥലം കേട്ടോ. റെഡൊക്കെ ഒറ്റ കോട്ടേ ആയിട്ടുള്ളൂ. ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. റെഡൊക്കെ 2-3 കോട്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. നാളെ നമ്മളിന്നൊന്ന് വാഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഫിഗറിലോട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് മാക്സിമം എളുപ്പം തീർക്കാൻ പറ്റും. എല്ലാവരും ചിത്രങ്ങളായിട്ട് ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം പേരും ആയിട്ടുണ്ട്. 1-2 പേര് ഒഴിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം നമ്മളോടൊപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞവർക്കാണെങ്കിലും ഫിഗർ കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫേസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കവിളിൻ്റെ അവിടെ വരുന്ന ഷെയ്ഡ്, അല്ലെങ്കിൽ നമുക്ക് നോസിൻ്റെ അവിടെ വരുന്ന ഷെയ്ഡ്, ചിന്നിൽ വരുന്ന ഷെയ്ഡ്സ്, ഇങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ഡോട്ടും ഒക്കെ കൊടുക്കുന്നത്. ജിനു ചേച്ചി ഇത് പതല്ലോ ബ്ലൂ ആണ് ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നത് കേട്ടോ. 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. പതല്ലോ ഇല്ലെങ്കിൽ നമുക്ക് സെറൂലിനായാലും മതി. പതല്ലോ കിട്ടിയായിരുന്നോ ചേച്ചിയുടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ കേരളത്തിലെ മ്യൂറലുകൾ കാണുന്നുണ്ടെങ്കിലും ശരിക്കും എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ കുറച്ച് ഡിഫറൻറ്റുമാണ്, കുറച്ച് അട്രാക്റ്റീവുമാണ്. കാരണം ഞാൻ ഇന്ന് ഒരു എക്സിബിഷന് പോകുമെന്ന് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും ടൂറിസം നടത്തിയ ഒരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട എക്സിബിഷനാണ്. അതിൽ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്ര നിരൂപകനാണ് ശശിഭൂഷൺ സാർ എന്ന് പറയുന്നത്. ഡോക്ടർ ശശിഭൂഷൺ സാറാണ് കേരള ചുവർ ചിത്രകലയുടെ ബുക്കൊക്കെ ഇറക്കുന്ന വളരെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ചരിത്ര നിരൂപകനാണ്, ചിത്രകലാ നിരൂപകനാണ്. സാറായിരുന്നു ഇന്നത്തെ പ്രധാന അവിടുത്തെ ഗസ്റ്റ്. അപ്പോൾ സാറിന് തന്നെ നന്നായിട്ട് അറിയാം, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാറ് വളരെ ഒബ്സർവ് ചെയ്ത്, ഞാനൊക്കെ ഇപ്പം വളരെ വർഷങ്ങളായിട്ട് കണ്ടില്ല. അപ്പോൾ സാറ് വളരെ പെട്ടെന്ന് പറയുകയാണ്. സാറിങ്ങനെ മ്യൂറൽ ചിത്രങ്ങളുടെ റിസർച്ചാണല്ലോ സാറ് ചെയ്യുന്നത്. അവരുടെ റിസർച്ച് ഗൈഡാണ് സാറിങ്ങനെ. എനിക്ക് തന്ന ഒരു ഭയങ്കര പോസിറ്റീവ് കമൻറ്റാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ സ്റ്റുഡൻസിൻ്റെയും ശാലിനിയുടെയും ചിത്രങ്ങളാണ് മ്യൂറലിൽ ശരിക്കൊരു വ്യത്യസ്തമായിട്ടും കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്ന ചിത്രങ്ങളെന്ന് സാർ കമൻറ്റ് പറഞ്ഞു. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരൻ നമുക്ക് തന്നൊരു ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ഷെയ്ഡ്സ്, ഓരോ കുഞ്ഞു കളേഴ്സിനായാലും മാക്സിമം ഷെയ്ഡ്സ് കൊടുത്തുകൊണ്ട് മാക്സിമം ഡീറ്റെയിലിംഗ് ഓഫ് സ്റ്റഡീസ് എന്നാണ് പറഞ്ഞത്. പല എക്സിബിഷന് പോകുമ്പോഴും സാറിങ്ങനെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പറഞ്ഞു എനിക്ക് കിട്ടിയൊരു ഭയങ്കര പോസിറ്റീവ് കമൻറ്റാണ്.
സാധാരണ ഒരുപാട് പേര് മ്യൂറൽ പഠിപ്പിക്കും. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കളർ തന്നെ എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും നെറ്റിൽ നിന്നൊരു ചിത്രങ്ങൾക്ക് അല്പം മാറ്റിയിട്ട് അതിനൊരു ശൈലിയാക്കും. ഇപ്പോൾ KVTCയുടെ നമ്മുടെ സാറിൻ്റെ തന്നെ മിനിസ്റ്റർ ഇടയ്ക്ക് വിളിച്ചിരുന്ന സാറുമായിട്ട് അതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്ന അർത്ഥനാരീശ്വരൻ്റെ ചിത്രം എടുത്തിട്ട് ഒരു ഫീമെയിൽ ഫിഗർ ആക്കിയിരിക്കുകയാണ്. അതിലൊരു മാറ്റവും ഇല്ല. നടുക്കുള്ളൊരു വര മാത്രം മാറ്റിയിട്ട് അതിനെ ഫീമെയിലാക്കിയാണ്. ആ ചിത്രത്തിൽ വെറും യെല്ലോ ഡയറക്റ്റ് കളേഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ. ഈ ബ്ലൂ എവിടെയാ കൊടുത്തിരിക്കുന്നത് മാം? എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്ലൂ നമ്മൾ ഇതേണ്ട ഈ ആർച്ചിനകത്ത് കാണാൻ പറ്റുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? ബ്ലറാണോ? മനസ്സിലാകുന്നുണ്ട്. വേറെ ആരെങ്കിലും കൂടെ ഒന്ന് പറയൂ. കുറച്ച് ക്ലാരിറ്റി കുറവ് ഉണ്ടല്ലേ? ഞാൻ സ്ക്രീനൊക്കെ മാറ്റിയതാണ്. നെറ്റിന്റെ ആയിരിക്കും. ഇവിടെ നല്ല മഴയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നെറ്റിന്റെ ഒരു ഇഷ്യൂസ് ആയിരിക്കണം കേട്ടോ. എനിക്കൊന്ന് മൊബൈൽ ഡേറ്റയിലാണ് ഓടുന്നത്, മറ്റേതല്ല, വൈഫൈ അല്ല. അതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവ്. വൈറ്റ് ഏരിയയിൽ നമ്മൾ ആ രണ്ട് ഫിഗറിന്റെ നടുക്കായിട്ട് വരുന്നൊരു ഏരിയ ഇല്ലേ? ഏരിയ ഇതെന്ന് മനസ്സിലായോ? ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു വൈറ്റ് ഏരിയ. അതായിരുന്നു മനസ്സിലാകാൻ. ഇപ്പൊ മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഇട്ടിട്ട് ഒരു വോയിസ് നോട്ട് ഇടണേ, കാരണം നല്ല ബ്ലറാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് നമുക്ക് വൈഫൈ കണക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്ലൂ കൊടുത്തിരിക്കുന്നത്. ബ്ലൂവിൽ നമ്മൾ പതല്ലോ ബ്ലൂ ആണ് കൊടുത്തിരുന്നത്. ഒരു ഡ്രോപ്പിന് 3 ഡ്രോപ്പ് കളേഴ്സാണ് കേട്ടോ. പക്ഷേ എൻ്റെ മറ്റേ മൊബൈലിൽ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ക്ലാരിറ്റി ആയിട്ട് ഞാൻ മറ്റേ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമില്ല. പിന്നെ നമുക്ക് ആ വച്ചിരുന്ന പൊസിഷൻ്റെയും കൂടെയാണ്. ഓക്കെ. ഇതിനകത്ത് ഇവിടെ കൈയാണ്. അതൊക്കെ നമ്മൾ ഈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം എവിടെയൊക്കെയാണ് നമുക്കിത് വരുന്നതെന്നുള്ളതേ. ബ്ലൂ ചെയ്യുമ്പോഴേ കൈയുണ്ട്, കയ്യിലാകാതെ വേണം ശ്രദ്ധിക്കും കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ഓർണമെൻറ്റ്സുകളുടെ ചില ഭാഗങ്ങളാണ് കേട്ടോ. ഓർണമെൻറ്റ്സുകളുടെ ചില ഭാഗങ്ങളാണ് ഞാൻ ഈ ഫിഗർ സൈഡ് നേരെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മറയുന്നുണ്ട് ഫേസ്. അതുകൊണ്ടാണ് ഞാൻ സൈഡ് വെച്ചത്. എൻ്റെ ഇപ്പോൾ ഇതിൽ ഓർണമെൻറ്റ്സുകളുടെ സ്റ്റോണുകൾ ഇത് മനസ്സിലായില്ല. ആദ്യത്തെ ലേഡിയിലെ മാലയുടെ ഇടയ്ക്കുള്ള ഭാഗത്താണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേ ലൈറ്റ് ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. മാലയുടെ ഇടയ്ക്ക് കമ്മലിലൊക്കെ വരുന്ന ഭാഗങ്ങളിലാണ് ബ്ലൂ കൊടുക്കുന്നത് കേട്ടോ. ഈ കാലിൽ വരുന്ന ചില ഒന്നിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ഒന്നിലങ്ങനെ വരുന്ന ചില ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ. അതുപോലെ ഈ രണ്ടാമത്തെ ലേഡിയിലും വളരെ കുറച്ച് ഭാഗങ്ങളിലേ വരുന്നുണ്ട്. നെറ്റിച്ചുട്ടിക്കകത്ത് വരുന്നുണ്ട്. അരപ്പട്ടയിലൊരു ചെറിയ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് പിക്ചർ ഒരു 7 സെക്കൻഡ് ഞാനൊന്ന് പിക്ചറൊന്ന് കുറച്ച് നീക്കിയിട്ടോട്ടെ. ഞാൻ ആദ്യമേ ക്യാൻവാസ് തിരിച്ചായിട്ട് പോയത്. ഒന്ന് ക്യാൻവാസ് തിരിച്ചിട്ടോട്ടെ. ഒരു 7 മിനിറ്റ്. ഓക്കെ. ഇപ്പം ക്ലിയർ ആയിട്ട് കാണാവോ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്യൂ. മാം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഫുൾ ക്ലിയർ അല്ല മാം. ചെറുതായിട്ടൊരു ബ്ലർ ഉണ്ട്. എന്നാലും നേരത്തെക്കാട്ടിലും കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ സ്റ്റോൺസുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു പാർട്ടെന്ന് പറയുന്നത് ആ രണ്ട് നമ്മുടെ എന്താണ് ഡാൻസ് ഡ്രസ്സസിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ഡ്രസ്സസ് കേട്ടോ. അവിടെയും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈ ബ്ലൂ തന്നെയാണ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഇത് ഞാനിങ്ങനെ കൊടുക്കുന്ന ഇവിടെ കൊടുത്തു. ഫുള്ളില്ല, മുകളിലൊരു ചെറിയ ഒരു ഇത് കേട്ടോ. അത് ഈ സൈഡിൽ കൊടുക്കാൻ വിട്ടു വേദനോടെ ഇപ്പോൾ. ഇത് കണ്ട നമ്മൾ ബ്ലൂ ആണെങ്കിലും വളരെ ലൈറ്റ്, ഒരു ആകാശ നീല പോലെ വളരെ ലൈറ്റായിട്ടാണ് തോന്നുന്നത്. അതിന് കാരണം നമ്മളിതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ വാട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു കളർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കതിനകത്ത് വളരെ ലൈറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പതല്ലോ ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ടോൺ ബ്ലൂ ആണ്. പക്ഷെ നമ്മളതിനകത്ത് അത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലപോലെ അത് ലൈറ്റാക്കി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ലൈറ്റായിട്ട് പറ്റുന്നത് കേട്ടോ, ലൈറ്റായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ഫിഗർ, ഫസ്റ്റ് ഫിഗറിൻ്റെ താഴെ ഇതുപോലൊരു ഭാഗമില്ലേ, അതിൽ ഞാൻ 2 തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ തട്ടിലെ ഇടയ്ക്കുള്ളൊരു തട്ടിൽ കേട്ടോ, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ബ്ലൂ ചെയ്യുന്നത്. ഞാനിപ്പോ തീരെ ക്ലാരിറ്റി ഇല്ല മാം. എന്റെ നെറ്റിന്റെ ഇഷ്യൂ ഒന്നും അറിയില്ല, ക്ലാരിറ്റി തോന്നുന്നില്ല. കിട്ടുന്നില്ല അല്ലേ? ക്ലിയർ അല്ല, ഒട്ടും ക്ലിയർ അല്ല. ഒരു മിനിറ്റ് ജസ്റ്റ്. ഇപ്പൊ കുഴപ്പമില്ല മാം. ഓക്കെ. അല്ല ഇപ്പൊ പിന്നെയും പോയി. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ മാം. നോക്കാം, നെറ്റിൻ്റെ പ്രശ്നമായിരിക്കണം കേട്ടോ. ക്യാമറയുടെ അല്ല, ഞാൻ ഫോണൊക്കെ ഒന്ന് ക്ലിയറാക്കി സ്ക്രീനൊക്കെ ഒന്ന് മാറ്റിയിട്ടതാണ്. ക്യാമറ അത്യാവശ്യം ഫോട്ടോ എടുത്തപ്പോഴും നല്ല ക്ലാരിറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കണം കേട്ടോ. ഇപ്പം നമ്മളിത് ഈ ഒരു പാർട്ടിൽ ബ്ലൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എവിടെയൊക്കെയാണെന്ന് ഫോട്ടോസോടെ ഇടാം. വളരെ ലൈറ്റായിട്ടുള്ള പതല്ലോ ബ്ലൂ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. പതല്ലോ ബ്ലൂ ചെയ്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത്. നമ്മളെല്ലാ കളറിങ്ങും ഒന്ന് വാഷിങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇനി ഷെയ്ഡിങ്ങും ഡീറ്റെയിലിങ്ങാണ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ റെഡാണ് എടുക്കുന്നത്, റെഡ് കളർ കേട്ടോ. റെഡിന് ബ്ലൂ ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കളർ പറഞ്ഞു. റെഡിന് നമ്മൾ എടുക്കുന്നത് ക്രിംസൺ റെഡ് നമ്മൾ വാങ്ങാൻ പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. ക്രിംസൺ റെഡ് വാങ്ങാൻ പറഞ്ഞായിരുന്നു. ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന റെഡ് നമ്മൾ വാങ്ങാൻ പറഞ്ഞു. അത് ഇത് മാത്രമാണോ പറഞ്ഞത്? ക്രിംസൺ റെഡ് എല്ലാവരുടെയും ഉണ്ടോ? എല്ലാവരുടെയും ഇല്ല. ബോബി മാം ഉണ്ടെന്നോ ഇല്ലെന്നാണോ പറഞ്ഞേ? ഉണ്ട്. ബോട്ടിലെ ആയാലും മതി. എല്ലാവരുടെയും ക്രിംസൺ റെഡ് ഉണ്ടോ അതിനകത്ത്? ഓക്കെ. അപ്പം നമുക്ക് 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡ്, അതിൻ്റെ കൂടെ 1 ഡ്രോപ്പാണ് ക്രിംസൺ റെഡ് വേണ്ടത് കേട്ടോ. 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡിൻ്റെ 1 ഡ്രോപ്പ് ആണ് ക്രിംസൺ റെഡ് വേണ്ടത്. ക്രിംസൺ റെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാർലറ്റ് റെഡ് മാത്രം ആയാലും മതി. ഈ ക്രിംസൺ റെഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റെഡിന് ബ്രൈറ്റ്നെസ് കൂട്ടി തോന്നിക്കും കേട്ടോ. മറ്റേത് കുറച്ചുകൂടെ ഒരു ഓറഞ്ച് എഫക്റ്റാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു ചുവപ്പിലോട്ട് നമുക്ക് ക്രിംസൺ റെഡോടെ മിക്സ് ചെയ്യുമ്പോൾ ആക്കാൻ പറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കാർലറ്റ് മാത്രം മതി. എങ്കിലും ഞാൻ ക്രിംസണോട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കാർലറ്റ് റെഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പോയി. ഇതിൽ സ്കാർലറ്റ് റെഡ് എടുത്ത് ഇല്ല, അത് മനസ്സിലായി.
ഉണ്ട് ഏറ്റവും ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ സ്കാർലറ്റ് എടുത്തോട്ടെ. രാത്രിയാകുമ്പം അടുത്ത റൂമിൽ കൊണ്ടുവച്ച് ക്ലാസ്സുകൾ എടുക്കും, അല്ല വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് കളറുകൾ കുറച്ചും കൂടി മിസ്സിങ് ആയിരുന്നു. ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴേ ലാസ്റ്റിലെ ഓരോ കളേഴ്സിൻ്റെ നമ്പർ കൂടെ ഒന്ന് പറയാവേ. പിന്നീട് മറന്നു പോകണമെങ്കിൽ ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണേ, അല്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ എങ്കിലും കിട്ടുമ്പോഴേ കേട്ടോ, അതൊന്ന് ഓർമ്മപ്പെടുത്തണം. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഓരോ കളറിൻ്റെയും നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. പിന്നീട് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറന്നു പോകും. ഇത് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ അത് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെടുത്താണ് മിക്കവാറും ഫോട്ടോയ്ക്ക് ഇടാൻ പറയാറുള്ളത്. രണ്ട് ഡ്രോപ്പ് സ്കാർലറ്റിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് ക്രിംസൺ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ഡ്രോപ്പ് സ്കാർലറ്റിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് ക്രിംസൺ കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ വെള്ളം ചേർക്കണം. ഒരു 3 ഡ്രോപ്പ് കളറാണെങ്കിൽ ഒരു 9 or 10 ഡ്രോപ്പ് വരെ നമ്മളതിനകത്ത് വാട്ടർ ചേർക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കളറുകൾ യെല്ലോ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് കോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലേഡിയുടെ ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇത് കൊടുത്തതിൻ്റെ ഇടയ്ക്കാണ് ഈ കളർ കൊടുക്കുന്നത് കേട്ടോ. ബ്ലൗസിന് ഈ കളറാണ് കേട്ടോ. ലൈറ്റായിട്ടാണ് വാഷ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഡാർക്കായിട്ട് ചെയ്യും. ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മ്യൂറൽ റെഡിൻ്റെ കളർ പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് ബ്രൈറ്റായിട്ട് വരുമ്പോൾ കളറിന് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. നല്ലൊരു റെഡായിട്ടാണ് വരുന്നത് കേട്ടോ. പെട്ടെന്ന് മ്യൂറൽ റെഡ് ഒറ്റ കോട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. മ്യൂറൽ റെഡിൻ്റെ സെയിം കളർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്തൊരു മുലക്കച്ച ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് ബ്ലൗസിൻ്റെ കളേഴ്സ് കൊടുത്തിരുന്നത്, കാണാമല്ലോ ചെയ്ത ഭാഗങ്ങളിൽ. പിന്നെ നമ്മൾ ഈ താഴത്തെ ഭാഗം കേട്ടോ. ഫോട്ടോ ഇട്ടാൽ മതി, കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ലേഡിയുടെ ഇടയ്ക്കുള്ള ഈ ഇതുണ്ടല്ലോ, നമ്മൾ അരയിലുള്ള ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഒറ്റ നാക്കൊക്കെ ഇരിക്കുന്ന ഭാഗം, അവിടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ഏത് കളറാണ് കൊടുക്കുന്നത്? അവിടെ കൊടുക്കുന്നത് 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡിനോട് 1 ഡ്രോപ്പ് ക്രിംസൺ റെഡൂടെ ചേർത്തുകൊണ്ടുള്ള കളറാണ്. നമ്മൾ ലൈറ്റായിട്ടാണ് ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് കോട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ സെക്കൻഡ് കോട്ട് കൂടെ ചെയ്തു പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു റെഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ആ ലേഡിയുടെ തന്നെ ബ്ലൗസിന് ഒരു റെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അങ്ങനെയുള്ള വളരെ റെയറായിട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ഒരു റെഡ് ചെയ്യുന്നത് കേട്ടോ. 2 ഭാഗങ്ങളിൽ കുറച്ചൊന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ ഇനി ഫിഗർ ഒഴിച്ച് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അല്ലാതെ കളറിങ് ഉള്ളൂ. എല്ലായിടത്തും നമ്മൾ കളറൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, ഏത് കളറാണെന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഷെയ്ഡിങ്സുകളാണ് കൂടുതലും വരുന്നത്. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഷെയ്ഡിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ
ഒരു ഷെയ്ഡിങ്ങാണ് കാണിക്കുന്നത്. നമുക്ക് ഇത്രയും ഭാഗങ്ങളിൽ ചെയ്യാവുള്ളതുകൊണ്ട് അതിനകത്ത് ഡോട്ടും ഷെയ്ഡിങ്സും അതിനകത്ത് വരുന്നുണ്ട്. അതാണ് വരുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് കോട്ട് കൂടെ ഒന്ന് ചെയ്തോട്ടെ. ബ്ലൗസിലൊക്കെ ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ട് കൂടെ ചെയ്യാം. കളർ മിക്സ് ചെയ്ത് വേസ്റ്റ് ആയിപ്പോകും. ഫിഗറിൽ നമുക്കിനി ഉള്ള ഭാഗങ്ങൾ, കളർ ചെയ്യാത്ത ഭാഗങ്ങളെന്ന് പറയുന്നത് അതിന് ഒരു ഇതുകൂടെ ഉണ്ട്. ക്രിംസൺ റെഡ് വളരെ ലൈറ്റായിട്ട്, ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന റെഡ് വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് കൈക്കകവും കാലിനകവും ഒക്കെ നമ്മൾ കൊടുക്കണം. ഉള്ളം കൈ അങ്ങനെയുള്ള ഭാഗമൊക്കെ കൊടുക്കും. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വൈറ്റ് കൂടെ ചേർത്താണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ലൈറ്റ് കോട്ടാണെങ്കിൽ ക്യാൻവാസിനകത്ത് ഒറ്റ ലൈറ്റായിട്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ തീരെ ലൈറ്റായിട്ട് പിങ്കായിട്ട് വന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വൈറ്റ് ചേർക്കും. ക്രിംസൺ റെഡ് എന്ന് പറയുന്ന റെഡില്ലേ, ക്രിംസൺ റെഡ്, സ്കാർലറ്റ് അല്ല. സ്കാർലറ്റ് നമ്മൾ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിൻ്റെ ലൈറ്റായിട്ടാണ് തോന്നുന്നത്. ക്രിംസൺ എന്ന് പറയുമ്പോൾ ഒരു പിങ്കിൻ്റെ റെഡിഷ് വരും കേട്ടോ. നമ്മൾ ആദ്യത്തെ പെദല്ലോ ബ്ലൂവും പിന്നെ ഈ ബ്ലൗസിന്റെ ഈ കളറും എത്ര കോട്ട് വീതം ചെയ്യണം? 3 കോട്ട്, എല്ലാം 3 കോട്ടാണ്. നമ്മൾ സാബ് ഗ്രീൻ ചെയ്തെടുത്ത്, മ്യൂറൽ റെഡ് ചെയ്തെടുത്ത്, ഇവിടെ എല്ലാം നമ്മൾ 3 കോട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പം എല്ലാം 3 കോട്ടാണ് കേട്ടോ. മിനിമം 3 കോട്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചുമരിൽ നാച്ചുറൽ കളേഴ്സൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ 3 കോട്ടിലൊന്നും കവറാവില്ല. നാച്ചുറൽ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ 5 കോട്ട് വരെയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും കേട്ടോ. ആ കളർ നമ്മളിങ്ങനെ വച്ച് കഴിയുമ്പോൾ ഒബ്സോർവ് ചെയ്തങ്ങ് എടുക്കുകയും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയാണ് നാച്ചുറൽ കളറിൽ വരുന്നത്. ആ ഒരു ടെക്നിക്സാണ് ഞാനിപ്പം ഇവിടെയും നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മിനിമം നമ്മളൊരു 3 കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ഒരു റിയലിസ്റ്റിക്കിൻ്റെ നാച്ചുറൽ മ്യൂറൽ കളർ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തോന്നിക്കും. എനിക്ക് വേണമെങ്കിൽ ഒറ്റ കോട്ടിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ചെയ്യിപ്പിക്കുന്നതാണ് എളുപ്പം. പക്ഷെ അത് എന്താണ്, അത് അത്രയും ഇത് വേണ്ടെന്ന് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നമ്മൾ ക്രിംസൺ റെഡ് നല്ലപോലെ വെള്ളം ചേർക്കുമ്പോൾ ഒരു 5-6 ഡ്രോപ്പൊക്കെ നമ്മൾ വെള്ളം ചേർത്ത് വേണം ക്രിംസൺ റെഡ് എടുക്കാൻ. അല്ലെങ്കിൽ ക്രിംസൺ റെഡ് കട്ടിയായി പോകും കേട്ടോ. ഇത് നമുക്കിപ്പോൾ കാലിൻ്റെ ഈ ഭാഗം കേട്ടോ. ഞാൻ വേറൊരു ബ്രഷ് എടുത്തോട്ടെ. കാലിൻ്റെ ഉള്ളം കാലിൻ്റെ പകുതിയോളം ഭാഗം നമുക്ക് കൊടുക്കാം. ഉള്ളം കാലാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. ചിലപ്പോൾ ക്ലിയർ ആയിരിക്കത്തില്ല, ഞാൻ ഫോട്ടോസ് ഇടാൻ കേട്ടോ. ഫസ്റ്റ് ലേഡിയുടെ കാലാണ്, ഉയർത്തി വെച്ചിരിക്കുന്ന കാലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിങ്ക് കളർ. എല്ലാ റെഡും ഓരോ കോട്ട് കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു പിങ്കിഷ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ക്രിംസൺ ലേക്ക് എന്നുള്ളൊരു കളറാണ് കേട്ടോ. നമുക്ക് നല്ല ലൈറ്റായിട്ട് പറ്റുന്നില്ല, അത് തെളിയാതെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വൈറ്റ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ പിക്ചറിൽ വൈറ്റ് ആഡ് ചെയ്യാതെ കഴിയുന്നത് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വൈറ്റ് ആഡ് ചെയ്യാതെ ലൈറ്റായിട്ട് വെള്ളം വെച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. മറ്റേ കാലിലും ചെയ്യുകയാണേ, മറ്റേ കാലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതും നമുക്ക് 3 കോട്ട് തന്നെ വേണോ? ഇല്ല, ഇത് 2 കോട്ട്, 1 കോട്ട് തന്നെ മതി, ഒറ്റ കോട്ട് മതി കേട്ടോ. ഇത് ഒരൊറ്റ കോട്ട് മതി, കാരണം നമുക്ക് ലൈറ്റ് പിങ്ക് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് മുദ്രകൾ പിടിച്ചിരിക്കുന്ന കൈകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയുടെ അകം എല്ലാം നമ്മൾ ഈ പിങ്കാണ് കേട്ടോ. ഒറ്റ കോട്ടിലങ്ങ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമ്മളൊരു ഡോട്ട് കൂടെ ഇടുക. അത് ഞാൻ ബോഡി ചെയ്യുന്ന സമയത്ത് പഠിപ്പിച്ചു തരാം കേട്ടോ. ബോഡി ഷെയ്ഡിങ് പഠിപ്പിക്കത്തില്ലേ, ആ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതിനകത്തുള്ള കളറുകളിൽ ചേഞ്ചസ് ഉള്ളത്. മാം, ഈ സെക്കൻഡ് ലേഡിയുടെ ആ ഗ്രീൻ കളർ ബ്ലൗസിൽ ഇനിയും കൊടുക്കുമോ കളറോ? കൊടുക്കും. അതെല്ലാം ഒറ്റ കോട്ടേ ആയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ലേഡിയുടെ നമുക്ക് നല്ല ഡാർക്ക് ഇരുണ്ട പച്ചയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 3 കോട്ടെങ്കിലും മിനിമം വരും. സാബ്ഗ്രീൻ ഡയറക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സാബ്ഗ്രീനിലോട്ട് ബ്ലൂ കൂടെ ചേർത്ത് ചെയ്യും കേട്ടോ. അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ സാബ്ഗ്രീൻ മാത്രമല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, സാബ്ഗ്രീൻ മാത്രമേ ചേർക്കും. ഇനി നമ്മൾ സെക്കൻഡ് കോട്ടിൽ ബ്ലൂ കൂടെ ചേർക്കും കേട്ടോ, സാബ്ഗ്രീൻ്റെ കൂടെ. ഇതിനകത്ത് വിരലിൽ ഞാനൊരു ചുട്ടി പോലെ നമ്മൾ ഈ റെഡ് വെച്ചിടത്തില്ലേ,
അതും ചെയ്തിട്ടുണ്ട്. ആ ഭാഗം വിരലിൻ്റെ ഹാഫ് പാർട്ട് കേട്ടോ, മുകളിലായിട്ട് നിങ്ങൾക്ക് ഈ പിങ്ക് കൊണ്ട് കവർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് അടുത്തിലെഴുതി കാണാം. പിങ്ക് അത് ഫോട്ടോ ഇട്ട് തരാം. പിങ്ക് കൊണ്ട് കവർ ചെയ്ത് അവിടെ മാത്രമാണ് നമുക്ക് 2 or 3 കോട്ട് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ബാക്കി ഉള്ളം കയ്യിൽ പിങ്ക് കാണിക്കുന്ന ഒറ്റ കോട്ട് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ടോണൂടെ കയറും. ഞാൻ പറഞ്ഞ ആദ്യത്തെ ലേഡി നമുക്ക് യെല്ലോ കളറും രണ്ടാമത്തെ ലേഡി വൈറ്റുമാണ് കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ മിക്കവാറും ഫിഗർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നാളെ മുതൽ അധ്യാപക പരിശീലനം തുടങ്ങിയാണ്. അധ്യാപക പരിശീലനം ക്ലാസ് എടുക്കാൻ വേണ്ടി അധ്യാപകർ ക്ലാസ് എടുക്കാൻ വേണ്ടി കിടന്ന് വിളിക്കുന്നതാണ്. ഫോണിൽ കോളോട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പിങ്ക് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് നമ്മൾ കയ്യിലും കാലിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഫോട്ടോസുകൾ ഇടാം കേട്ടോ. ക്യാമറ ക്ലിയർ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ എടുക്കാൻ പറ്റും. ഫോട്ടോസുകൾ ഇടാം. അപ്പോൾ കൈക്കകവും ഉള്ളം കൈയും നമ്മൾ ഈ ഒരു ഭാഗമാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. ശരി, ഇതേ കളർ തന്നെയാണ് നമ്മൾ ലിപ്പിനും ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. ചുണ്ടിന് വളരെ ലൈറ്റായിട്ട് ഈ കളർ തന്നെ ഒന്ന് ചെയ്യും. ചുണ്ടിനകം കണ്ണ് കേട്ടോ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ചുണ്ട് തണ്ട നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, വൈറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യില്ല, പക്ഷെ കണ്ണിനകത്ത് ഒരു ലൈറ്റായിട്ടൊരു പിങ്കിഷ് നമ്മളിതിനകത്ത് കൊടുക്കും കേട്ടോ. കണ്ണിനകത്ത് റെഡ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ റിയാലിറ്റി എന്ന് പറയുന്നത് പിങ്ക് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണ് ഒന്ന് പിങ്ക് വെച്ച് നമ്മൾ ചെയ്യും. ചുണ്ടിനകത്ത് ഫുള്ളായിട്ട് പിങ്ക് എന്ന ലൈറ്റായിട്ടൊരു പിങ്കാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്കി ഷെയ്ഡിങ്സ് അടുത്ത കളറിൽ വരുമ്പോൾ നമ്മൾ കാണിക്കും. എന്നാലും പിങ്ക് എടുത്ത സ്ഥിതിക്ക് അത് ക്ലിയറായിട്ട് കാണാൻ വേണ്ടി. ഇത് വൈറ്റ് ചേർക്കാത്ത പിങ്ക് അല്ലേ? വൈറ്റ് ചേർക്കാത്ത, വെള്ളം ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിൽ കഴിയുന്നതും വൈറ്റ് ചേർക്കാതെ പഠിപ്പിക്കുന്നതാണ്. കാരണം മ്യൂറലിൽ ഞങ്ങളൊക്കെ നാച്ചുറൽ ക്ലാസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടും വൈറ്റ് ചേർത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വൈറ്റ് ചേർത്താണ് പഠിക്കുന്നത്. നമുക്ക് നോർമൽ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. ക്യാൻവാസിൽ വെള്ളം മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ക്യാൻവാസിൽ ഒബ്സർവ് ചെയ്യത്തില്ല, അവിടെ നമുക്ക് തെളിയാതെ വരും കളർ. ഇപ്പം നമ്മൾ 3 കോട്ട് വരെ വൈറ്റ് കളർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നാച്ചുറൽ കളേഴ്സാണ് നമ്മൾ ചെയ്യുന്നതല്ല. നാച്ചുറൽ കളേഴ്സ് അല്ല, ഞാനിപ്പോൾ ക്യാൻവാസ് മ്യൂറലിൻ്റെ ഒറിജിനൽ ക്ലാസ്സസ് ആണെങ്കിൽ നമ്മളിതിനകത്ത് എമർഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് കളറും അല്ല. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ക്യാൻവാസിൽ ഒബ്സർവ് ചെയ്യാം. കളേഴ്സ് കുറച്ചുകൂടെ നാച്ചുറൽ കളേഴ്സ് മെത്തേഡിലോട്ട് ചെയ്യാൻ പറ്റും.
ഇത് പിന്നെ 10 ദിവസത്തെ ക്ലാസ്സിലൊന്നും തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പിങ്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്ത കളേഴ്സ് ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കേട്ടോ. ഇന്നിപ്പം ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആർച്ചിനകത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പതല്ലോ ബ്ലൂ ആണ് ചെയ്തത്. അത് ഒരു ഡ്രോപ്പ് കളർ എടുത്ത് 3 ഡ്രോപ്പ് വരെ വാട്ടർ ചേർത്തുകൊണ്ട് പതല്ലോ ബ്ലൂ. അത് നമ്മൾ 2 പേരുടെയും സാരിയുടെ താഴത്തെ പാർട്ടിൽ ഇടയ്ക്ക് വരുന്ന പ്ലീറ്റുകളിൽ കേട്ടോ, സാരിയുടെ താഴത്തെ പാർട്ടിൽ ഇടയ്ക്ക് വരുന്ന പ്ലേറ്റുകളിൽ പതല്ലോ ബ്ലൂ വെച്ചിട്ടുള്ള ഭാഗങ്ങൾ കളർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. കളർ ലൈറ്റായിട്ട് ഓരോ കോട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ കോട്ട് നിങ്ങൾ ചെയ്താൽ മതി. സെക്കൻഡ് കോട്ട് വേറെ ഡിസൈനാണ്, അത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അതിൽ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒറ്റ കോട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത കളർ എന്ന് പറയുന്നത് റെഡാണ്. റെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡിൻ്റെ കൂടെ 1 ഡ്രോപ്പ് ക്രിംസൺ റെഡാണ് കേട്ടോ. അത് മിക്സ് ചെയ്ത് അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ വാട്ടർ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ലേഡിയുടെ ബ്ലൗസിന് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ലേഡിയുടെ തന്നെ ഇടയ്ക്കുള്ള പ്ലീറ്റ് ഭാഗത്തും ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കുള്ള പ്ലീറ്റിന് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്താണ് ഈ കളർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ലേഡിയുടെ പ്ലേറ്റിനും ബ്ലൗസിനുമാണ് നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ചെയ്ത കളർ പിങ്കാണ്. പിങ്ക് ക്രിംസൺ റെഡ് നല്ലപോലെ വെള്ളം ചേർക്കുമ്പോൾ പിങ്ക് കളർ കിട്ടും. ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന റെഡിൽ നല്ലപോലെ വെള്ളം ചേർക്കും പിങ്ക് കിട്ടും. അത് ഉള്ളം കയ്യോ ഉള്ളം കാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചുണ്ട് ഫുള്ള് ചെയ്യുന്നുണ്ട്, കണ്ണിനകത്ത് വരയ്ക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിങ്ക് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് 2-3 കോട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തും കാണിക്കാൻ പറ്റത്തില്ല. ഒരേ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. സാബ്രീനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന കളർ കേട്ടോ. സാബ്രി നമുക്ക് വേണമെങ്കിൽ 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഭയങ്കര എന്തുവാണ് പണ്ടത്തെ പോലെ ഭയങ്കര പാരമ്പര്യമായിട്ട് നമുക്ക് ബേൺസീനെ കൂട്ടിയിട്ട് ഒരു ശകല സ്കാർലറ്റ് മ്യൂറൽ റെഡ് എന്ന് പറയുന്ന കളർ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അത് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് വലുതായിട്ട് യോജിക്കത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിങ്ങാണ് കേട്ടോ. ഇതിനകത്ത് സ്മഡ്ജിങ്ങും ഷെയ്ഡിങ്ങും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് സാബ്രീന് നല്ലപോലെ വെള്ളം ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്യാൻ എത്ര ബൗളെടുത്ത് വെച്ചാലും നമുക്ക് തികയത്തില്ല. ഒരു ദിവസം തന്നെ ഒരുപാട് കളറുകൾ മിക്സ് ചെയ്യുന്നുണ്ട്. സാബീനെന്ന് പറഞ്ഞ് മേടിച്ചത് ഒരു വായ്പ. സാബ്രീനാണ്. സാബ്രീനിലും നമുക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് വേണം നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനായിട്ട് കേട്ടോ. സാബ്രീനിലും നല്ലപോലെ വെള്ളം ചേർത്ത് വേണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനായിട്ട്. സാബ്രീന് എല്ലായിടവും നമ്മൾ 2 കോട്ട് അല്ലെങ്കിൽ 3 കോട്ട് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ഓക്കർ ചെയ്തിട്ട് വേണം ഈ കളർ അപ്ലൈ ചെയ്യാൻ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ ഭാഗത്തും ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ടാണ്. ഞാൻ കുറച്ച് വർക്കുകളിൽ തിരക്കായിരുന്നു. എക്സിബിഷൻസുകളും അല്ലാതെ കൊടുക്കാനുള്ള 1-2 വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിലായിപ്പോയി. പിന്നെ ഇന്നലെയൊക്കെ മോൾ കൊട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ബിസി ആയതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടോളാം, നിങ്ങളൊന്ന് ചെയ്തോളണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെ യെല്ലോ ഓക്കർ 2 കോട്ട് കൊടുത്തതിന് ശേഷം 3 കോട്ട് കൊടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് സാബ്രീൻ എടുത്തിട്ട് നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നമ്മളിതിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് എവിടേക്കാണോ ഔട്ടർ വരുന്നത്. ഇപ്പോൾ ഈ ലൈൻസാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. ഈ ലൈൻസ് ചെയ്യുകയാണ്. ഈ ലൈൻസ് നമ്മളിത് നല്ല ലൈറ്റാക്കിയാണ് ചെയ്യുന്നത് കണ്ടോ. ഇതിപ്പോൾ നമുക്കൊരു 0യുടെ അല്ലെങ്കിൽ 00യുടെ ബ്രഷ് എടുക്കാം. എടുത്ത് നമ്മൾ ഈ ലൈൻസ് നന്നായിട്ട് വരച്ചതിന് ശേഷം ഇതിനകത്ത് തന്നെ ഈ
കളർ തീരുമ്പോൾ ചെറുതായി മാം ഒട്ടും കാണുന്നില്ല മാം, തീരെ ക്ലിയർ ഇല്ല. ഒട്ടും ക്ലിയർ അല്ല. ഇപ്പോഴും ഒട്ടും കിട്ടുന്നില്ലായിരിക്കും അല്ലേ? ഏറ്റവും ഭയങ്കര പ്രശ്നം. ഇപ്പോഴും ഓക്കെ ആയേ നോക്കൂ. നേരത്തെക്കാട്ടിലും ക്ലിയർ ഉണ്ട് മാം. ഓക്കെ ഓക്കെ ഓക്കെ. വൈഫൈ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് നിട്ടപ്പം കറക്റ്റായി കേട്ടോ. വൈഫൈയുടെ കട്ടായി കിടക്കുകയായിരുന്നു, കാരണം മഴയുടെ. ഇത് നോക്കി നമ്മൾ ഈ ഒരു വരയിലാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഭാഗം കാണാമല്ലോ. ഈ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വരച്ചു കേട്ടോ. 0യോ 00 ബ്രഷ് എടുക്കും, വലിയ ബ്രഷ് എടുക്കരുത്. എടുത്തതിന് ശേഷം നമ്മളിത് ഈ ബ്രഷ് തന്നെ വച്ച് ഇതിനോട് ചേർത്ത്, ഇത് ഫുള്ള് കവർ ചെയ്യേണ്ട, ഇതിനോട് ചേർത്ത് ചെറുതായിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ചെറിയ കുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽഡ് കുത്തല്ല, ചെറുതായിട്ടൊന്ന് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട, വളരെ ലൈറ്റായിട്ടാണ് ഈ കളർ വരുന്നത്. വെള്ളം നല്ലപോലെ ചേർത്തിട്ടുള്ളൊരു കളറാണ്. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇതിപ്പോൾ നമ്മൾ കളർ വളരെ ലൈറ്റായിട്ട് ഞാൻ വീണ്ടും കളറിൽ മുക്കിയിട്ടില്ല. ആ കളർ ബ്രഷിൽ നിന്ന് തീരുന്നത് വരെയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, വളരെ ലൈറ്റായിട്ടുണ്ട്. ഷെയ്ഡ് പോലെയാണ് ആദ്യത്തേൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ടൊക്കെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് അതിനകത്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഈ ഭാഗത്താണ് ചെയ്തത്. കണ്ടോ, ചെയ്തിട്ട് ഉണ്ടോ. ഇതിപ്പോൾ ഞാൻ നടുക്കുള്ള ഭാഗം മാത്രം നമ്മൾ യെല്ലോ ആയിട്ട് നിൽക്കത്തില്ല. ആദ്യത്തെ കോട്ട് നമ്മളിങ്ങനെ ചെയ്ത് വളരെ ലൈറ്റായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ടൊരു പച്ചയായിരിക്കും കാണാൻ പറ്റുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യമാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ടി വരുന്നത്. ഡോട്ട് നന്നായിട്ട് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഒരു കളർ ഒരിക്കൽ ബ്രഷിലെടുത്ത് നമ്മളതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് ആ കളർ തന്നെയാണ് നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. ചെറിയൊരു ഏരിയ ചെയ്യുക, അത് മുകളിലോട്ട് ഇങ്ങനെ ബ്രഷിങ്ങനെ ജസ്റ്റ് ഈവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ. ബ്രഷിൻ്റെ ടിപ്പ് നമ്മൾ ചെയ്യുമ്പം ജസ്റ്റ് ഇത് നോക്കി, ബ്രഷിൻ്റെ ടിപ്പിങ്ങനെ വളഞ്ഞു പോകരുത്, എങ്കിൽ ഇത് വലിയ ഇതായിപ്പോകും. ബ്രഷിൻ്റെ ടിപ്പിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട്, ക്യാറ്റച്ച് എന്നാണ് പറയുന്നത്, അത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം. ബ്രഷിൻ്റെ ടിപ്പ് മാത്രമാണ് നമ്മൾ ഈ ഡോട്ട് ഇടുമ്പോൾ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ഡോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസിലൊക്കെ ഡോട്ട് ക്ലിയറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഡോട്ട് കുറച്ച് ചിത്രങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ പാറ്റേൺസും നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സാബ് ഗ്രീനും യെല്ലോ ഓക്കറിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഫുള്ളി ചെയ്യുന്നത് കേട്ടോ.
ഇപ്പോൾ ഇതിലെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് ഡോട്ട് കൊടുക്കുകയാണ്. ഒരു കോട്ടല്ല 3 പ്രാവശ്യം ഇതേ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? സാബ് ഗ്രീൻ വെച്ചിട്ട് അല്ലേ മാം? സാബ് ഗ്രീൻ വെച്ചിട്ട്, അതായത് ഒരു ഡ്രോപ്പ് കളറിന് 5 6 ഡ്രോപ്പെങ്കിലും വാട്ടർ മിക്സ് ചെയ്യണം. അത്ര ലൈറ്റായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. 3 കോട്ടെങ്കിലും മിനിമം ഇത് ചെയ്യും. കുത്ത് നമ്മളിട്ട് പഠിക്കുക. ഇത് നമ്മൾ കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കൂടെ കാണിക്കാം. നിങ്ങൾക്ക് ഡോട്ട് ഇടുന്നതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കും. ഇത് യെല്ലോയുടെ പുറത്താകുമ്പോൾ അത്രയും പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. പേപ്പറിൽ നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന അത്രയും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് വൈറ്റ് കാണാമല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ഡോട്ട് കൊടുക്കുന്നുണ്ട്. ബ്രഷിൽ നമ്മൾ വീണ്ടും കളർ എടുക്കുന്നില്ല. കളർ എടുത്തിട്ട് ഒരിക്കലും നമ്മൾ നടുക്കിലോട്ട് കുത്തത്തില്ല. എനിക്ക് ഡാർക്കായിട്ട് വരും കേട്ടോ. കളർ നമ്മളിപ്പോൾ എടുക്കിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം പേപ്പർ ആയതിന് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യും. നമുക്കിത് ലയിപ്പിക്കാൻ പറ്റില്ല. ക്യാൻവാസിലാകുമ്പോൾ കുറച്ചുകൂടെ സമയം നമുക്ക് സാവകാശം കിട്ടും. അടുത്ത് കളർ എടുത്തിട്ട് ഞാൻ ഇവിടെ കുത്തത്തില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്തില്ല. ഈ ചെയ്ത വരയിൽ തന്നെ കളർ എടുത്തിട്ട് കളറ് ഇങ്ങനെ വരും. ക്യാൻവാസിലാകുമ്പോൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ഡാർക്കായിട്ട് തോന്നത്തില്ല കേട്ടോ. പേപ്പറിലാകുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചിത്രത്തിൽ ഡോട്ട് ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഗ്യാപ്പുള്ളതെല്ലാം ചെറിയ ഇതിൻ്റെ ടിപ്പ് വളരെ വളരെ ചെറുതായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെങ്കിൽ വലിയ ഡോട്ട് വരും. അതിനേക്കാളും ഭംഗി വളരെ ചെറുതായിട്ടുണ്ട്. 000 ആകുമ്പോൾ വളരെ ചെറുതായിട്ട് വരും. പക്ഷെ 000 വെച്ച് നല്ലപോലെ സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 00 യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഈ രീതിയിലാണ് ഡോട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഡോട്ട് ഷെയ്ഡിങ് ആണ് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഈ പിക്ചറിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലയിപ്പിച്ച് പോകാം. അത് ഭംഗി സമയം ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ 1 2 കോട്ട് ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മെത്തേഡ്. ഇതാണെങ്കിൽ നമ്മളിത് ആദ്യത്തെ കോട്ട് മാക്സിമം അതിനെ ലയിപ്പിക്കും. കണ്ടോ, ഇതാണ് ആദ്യത്തെ കോട്ട് വരുന്നത്. പിന്നെ വെള്ളം വെച്ച് നമുക്കത് ലയിപ്പിച്ചെടുക്കും കേട്ടോ. വെള്ളം വെച്ച് അതിങ്ങനെ സ്മജ് ചെയ്ത് ഇത് ഫസ്റ്റ് കോട്ട്. ഇതൊന്ന് പേപ്പർ ഉണങ്ങി കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് ചെയ്യുന്നുണ്ട്. ഡോട്ട് വേറൊരു ഭംഗിയാണ്, ഷെയ്ഡിങ് വേറൊരു ഭംഗിയാണ്. ഇപ്പോഴെല്ലാ ആർട്ടിസ്റ്റുകളും ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും സമയം മെനക്കെട്ടുന്ന ഡോട്ടെന്ന ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചിത്രങ്ങൾക്ക് അത്രയും ഡിമാൻഡായിട്ട് അത്രയും വില തരുന്ന സ്ക്വയർ ഫീറ്റ് ഒരു 4000 5000 ഒക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റ് തരുകയാണെങ്കിൽ 3000 എബോവ് തരുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡോട്ട് ഇട്ട് കൊടുക്കാം. അല്ലാത്ത ചിത്രങ്ങളിലൊക്കെ നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് ഇപ്പം സ്ക്വയർ ഫീറ്റ് 2000 രൂപയുടെ ചിത്രമൊക്കെ ഉറപ്പായിട്ട് ഷെയ്ഡിങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. ഡോട്ടിലോട്ട് പോകത്തില്ല. ഒരു അവസാനം മാത്രം ചെറിയൊരു ഡോട്ട് കാണിക്കും. ഇതാണ് രണ്ടാമത്തെ കോട്ട് വരുന്നത് ഷെയ്ഡിങ്. സമയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഡോട്ടൊക്കെ പഠിക്കാൻ സമയമുള്ളവർക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ കോട്ടാണ്. രണ്ടാമത്തെ കോട്ടിൻ്റെ അവസാനം കൊണ്ടിട്ട് ചെറിയൊരു രീതിയിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ കോട്ടിൻ്റെ അവസാനം ചെറിയൊരു ഡോട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഡോട്ട് ഇട്ടതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ വളരെ ചെറിയ രീതിയിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ അവസാനം കൊണ്ട് ചെറിയൊരു ഡോട്ട് കാണിക്കും. മൊത്തത്തിൽ കാണുമ്പോൾ അത് ഡോട്ടാണെന്നൊരു ഫീൽ തോന്നും. മൂന്നാമത് വീണ്ടും ഇതേ രീതിയിലോട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പച്ച അവിടെ വരും. മൂന്നാമത്തെ പ്രാവശ്യമാകുമ്പം അവിടെ ഇത് ഉണങ്ങാത്തതുകൊണ്ടാണ് ഡാർക്ക് ആകാത്തത്. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ ഡാർക്കാവും. മൂന്നാമത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു പച്ച കളർ അവിടെ വരും. കൊണ്ട് ഈ ഒരു രീതിയിൽ വരും. ഡോട്ടാണെങ്കിൽ നമ്മളിതിപ്പോൾ രണ്ടാമത്തെ കോട്ട് ഇതേ കളർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആവുകയാണ്. ഞാൻ ക്യാൻവാസിൽ കാണിക്കാതെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പേപ്പറിൽ കാണിക്കുന്നത്. പേപ്പറിൽ കാണിച്ചപ്പോഴല്ലേ കുറച്ചുകൂടെ കളറിൻ്റെ ടോൺ കിട്ടുന്നത്.
ഉണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കോട്ടായപ്പം ഗ്രീൻ ഇത്രയും ഡാർക്ക്. ഉണങ്ങിയതിന് ശേഷം ചെയ്യുമ്പോഴാണ്, ഒരിക്കലും ഉണങ്ങാതെ രണ്ടാമത്തെ കോട്ട് ഡോട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യത്തെ കോട്ടും കൂടെ കളറിങ് ബ്രഷിൽ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വരും കേട്ടോ. ഉണങ്ങാതെ ക്യാൻവാസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വച്ച കളറൂടെ നമ്മുടെ ബ്രഷിലിങ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം കേട്ടോ. ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് കോട്ട് ഉടനെ കാണിച്ചത്. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ റിവേഴ്സ് കോട്ടായി പോകും കേട്ടോ. ആ ഭാഗത്തു നിന്ന് കളർ ഇളകി വരാനൊക്കെ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കോട്ട് ഇത് വീണ്ടും അതേ രീതിയിൽ വരച്ച് മൂന്നാമത്തെ കോട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക്നെസ്സാണ്. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു സാഗ്രീൻ്റെ ഡാർക്ക്നെസ്സാണ് കേട്ടോ. അറ്റത്തോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് വരികയും ചെയ്യും. കാരണം ഇത് വളരെ ചെറുതായിട്ടല്ലേ കളർ വരുന്നത്. കളർ തീരുമ്പോഴല്ലേ നമ്മൾ അറ്റത്തോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അറ്റത്തോട്ട് വളരെ ലൈറ്റായിട്ട് വരികയും ഈ ഒരു ലൈറ്റായിട്ട് വരികയും ചെയ്യും. ഉണ്ടോ? ഇപ്പം നമ്മൾ ഇതിനകത്താണെങ്കിൽ മൂന്നാമത്തെ കോട്ട് ഒക്കെ വരുമ്പോൾ ഈ അറ്റത്ത് മാത്രം ചെറിയൊരു ഡോട്ട് കാണിക്കും. ബാക്കി എല്ലായിടത്തും ലയിപ്പിച്ച് തന്നെ അങ്ങ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ രണ്ടും ഒരു ഡോട്ടിൻ്റെ ഫീല് നമുക്ക് തോന്നും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വർക്കുകളൊക്കെ ചെയ്യുന്നത്. വാഷ് ചെയ്തിട്ട് എൻഡിൽ മാത്രം ഒരു ചെറിയ ഡോട്ട് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഡോട്ടാണ് പൊതുവേ ക്യാൻവാസ്. നമുക്ക് ഇത്രയും വലിയ ക്യാൻവാസ് ഈ ഡോട്ട് ഷെയ്ഡിങ് എടുക്കാൻ നല്ല സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഇന്നൊരു രാത്രി കൊണ്ട് തീർക്കണമെന്ന് പറയുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പടം തീർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് തീർത്തെടുത്താൽ മതി. ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 കോട്ട് ഓഫ് കേട്ടോ. ഒറ്റ കോട്ടല്ല 3 കോട്ടാണ് നമുക്ക് വരുന്നത്. 3 കോട്ട് ഇപ്പം ഞാൻ രണ്ടാമത്തെ കോട്ട്, ഒന്നാമത്തെ കോട്ട് ഒരു വിധം ഉണങ്ങി, നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല. ഈ സമയം പോരാ, നല്ലതായിട്ട് ഉണങ്ങിയിട്ട് രണ്ടാമത്തെ കോട്ട് ചെയ്യാവും. ഇതിപ്പോൾ അടുത്താണ് ഞാൻ ചെയ്യണത്. ഉണങ്ങിയെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ്. പക്ഷെ കുറച്ചുകൂടെ ഉണങ്ങണം. നമ്മൾ കളർ തൊട്ടാൽ ഇങ്ങോട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്ത് വരരുത്. ആ രീതിയിൽ ഉണങ്ങണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആഴ്ച എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും, ഫ്രൈഡേ വരെ കേട്ടോ. അപ്പം എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്നത്തെ കളറിങ്ങിൻ്റെ ഞാനൊന്ന് ആരെങ്കിലും ബുക്ക് കയ്യിലുണ്ടോ? ഞാൻ നമ്പേഴ്സ്, കളറിൻ്റെ നമ്പേഴ്സ് പറയാം, ഒന്ന് നോട്ട് ചെയ്യാനായിട്ട്. ബുക്കുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ആരുടെയും കയ്യിൽ ബുക്കുണ്ടോ? ഞാൻ പറയണമെന്ന് നോട്ട് ചെയ്യൂ. ഫസ്റ്റ് ലേഡിയുടെ ബ്ലൗസിന്റെ ക്രിംസൺ ആണോ സ്കാർലറ്റ് ആണോ? ഫസ്റ്റ് ലേഡിയുടെ 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ക്രിംസണും. വോയിസ് നോട്ട് കൂടെ ഇട്ടേക്കാവേ. ഓക്കെ. ഞാൻ ഈ കളറിൻ്റെ നമ്പേഴ്സ് ഒന്ന് പറയാം, നോട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പിന്നെ വിട്ടു. ക്രിംസൺ റെഡ് കേട്ടോ. ക്രിംസൺ റെഡ് എന്ന് എഴുതിയതിന് ശേഷം 063. ക്രിംസൺ റെഡ് 063 ആണ് കേട്ടോ. സ്കാർലറ്റ് ലേക്ക് 394. സ്കാർലറ്റ് റെഡ് കേട്ടോ. സ്കാർലറ്റ് റെഡിൻ്റെ 394. പിന്നെ പതല്ലോ ബ്ലൂ എന്ന് പറയുന്നത് 358 ആണ്. പതല്ലോ ബ്ലൂ 358 ആണ് കേട്ടോ. സാബ് ഗ്രീൻ 391. യെല്ലോ ഓക്കർ 492. യെല്ലോ ഓക്കർ 492. ബേൺ സീന 031. അശ്വതി മാം എഴുതിയോ മാം? 0. പിന്നെ ലെമൺ യെല്ലോ 236. ലെമൺ യെല്ലോ 236. ഇന്ത്യൻ യെല്ലോ
205. ലെമൺ യെല്ലോ 236 ആണ്. ഇന്ത്യൻ യെല്ലോ 205. പിന്നെ കാഡ്മിയം യെല്ലോ, ഞാൻ കൂടുതലും കാഡ്മിയം ആണ് യൂസ് ചെയ്തത് കേട്ടോ. 045 കാഡ്മിയം. ഏകദേശം കളറായല്ലോ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ അറിയാമല്ലോ. മാം ഇത് പറ്റുകയാണെങ്കിൽ അശ്വതി മാം ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കണേ മെസ്സേജ് ആയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കളേഴ്സാണ്. ഞാൻ പിന്നെ വിട്ടുപോകും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടാന്നൊക്കെ വിചാരിച്ചാലേ. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോസുകൾ ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ ചെയ്തില്ലേ മാം, അതാ ട്രയാങ്കിൾ പോലൊരു സംഭവമില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, അതിന്റെ ഉള്ളിലും ഇതേ അശ്വതി മാം ചെയ്യണം മാം. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ ഒന്ന് യെല്ലോ കോട്ട്, ഞാൻ ഇവിടെ യെല്ലോ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. ഞാൻ ഒറ്റ കോട്ടേ വാഷ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കോട്ടും മൂന്നാമത്തെ കോട്ടും കൂടെ ചെയ്തിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. യെല്ലോ ഡാർക്ക് ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു 2-3 കോട്ട് കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഇതുകൂടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കാണിക്കും. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ, കാരണം ഇതെല്ലാം ഒന്ന് ചെയ്യാൻ സമയം എടുക്കുമല്ലോ. ഞാൻ മിക്കവാറും ഡോട്ടായിരിക്കില്ല, ഷെയ്ഡ്സിൽ നിർത്തുകയാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് സമയം കിട്ടത്തില്ല കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ ഷെയ്ഡിങ്സ് ആയിരിക്കും ചെയ്യുന്നത്. കഴിയുന്നതും ഡോട്ട് ഇടാൻ സമയമുള്ളവർ ഡോട്ട് ഇട്ട് പഠിച്ചോളൂ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.